എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കാവുന്ന ഒരു 3-4 ഷെയർ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇന്നിടുന്നത്. അപ്പം ആ ഷെയർ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ ഇട്ട ഷെയറുകളുടെ ഡീറ്റെയിൽസും വീഡിയോസും എല്ലാം എൻ്റെ യൂട്യൂബ് ചാനൽ ട്രേഡർ സ്ട്രീറ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിനകത്ത് പ്ലേലിസ്റ്റിൽ പോയാൽ മതി. പ്ലേലിസ്റ്റിൽ പോയി ഇതിൽ 3 പ്ലേലിസ്റ്റാണുള്ളത്. ഒന്ന് ഷോർട്ട് ടൈം കോൾസ് ഡെലിവറി എടുത്തിട്ട് 1-2 ആഴ്ചയ്ക്കുള്ളിലൊക്കെ അല്ലെങ്കിൽ ഒരു മാസമോ വെച്ചുകൊണ്ടിരുന്ന് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഷെയറുകൾ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻറ്റാണിത്. അതിനുശേഷം എൻ്റെ കുറേ സ്ട്രാറ്റജികൾ, ഇൻട്രാഡേ സ്ട്രാറ്റജി, ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രാറ്റജി, അതൊക്കെ ഈ ഒരു ലിസ്റ്റിനകത്ത് കാണും. മൈ CPR സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ്. അതുപോലെ ഡെയിലി ട്രേഡിങ്ങിന് ഇൻട്രാഡേ ഷോർട്ട് സെൽ ചെയ്യാൻ ഞാൻ കൊടുക്കുന്ന ഷെയറുകളുടെ ഡീറ്റെയിൽസും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള രീതി ഈ ഡെയിലി ഷെയർ ട്രേഡിങ് ഐഡിയാസ് എന്ന് പറയുന്ന അതിൽ കാണും. അപ്പം ഞാൻ ഷോർട്ട് ടൈം പിന്നെ കോള് കൊടുക്കുന്ന 3 വീഡിയോയെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ പിന്നെ ചെയ്തിട്ടുള്ളൂ. അതിൽ 3 വീഡിയോയിലുമായിട്ട് ഏകദേശം 18 ഷെയർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 18 ഷെയറിൽ എല്ലാ ഷെയറിനും പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ 1-2 ഷെയർ ആദ്യം ഇപ്പം റീസെൻ്റായിട്ട് ജനുവരി 27 ഞാൻ കൊടുത്തിരുന്നതിൽ ഒരു 2 ഷെയർ നല്ല പെർഫോമൻസ് തന്നിട്ടില്ല. അപ്പോൾ ആ ഷെയർ അത് വരും ദിവസങ്ങളിൽ അത് പെർഫോമൻസ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഷെയറുകൾ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഏതൊക്കെ ഷെയറാണ് ഈ ആഴ്ചയിൽ സെലക്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം കൊടുത്തിട്ടുള്ള ഷെയറിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. ഇതാണ് ഷെയറുകൾ. ഫസ്റ്റ് വീഡിയോ ഇടുന്ന 7/11/2023. അതിനുശേഷം ഈ 4/12. പിന്നെ ഇടയ്ക്കുള്ള വീഡിയോസിൽ കൊടുത്താണ് ഈ 2 ഇത്. പിന്നെ ഷോർട്ട് ടൈം വീഡിയോസായിട്ട് ചെയ്ത 27. 3 വീഡിയോസാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഷെയറുകൾ ഏത് റേഞ്ചിലാണോ ബൈ ചെയ്യാൻ പറഞ്ഞിരുന്നത് അതാണ് ഈ കൊടുത്തേക്കുന്നത്. അതിനുശേഷം ആ ഷെയർ വന്നിട്ടുള്ള ഹൈ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓരോ ഷെയറിൽ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതാണിത്. പെർസെൻറ്റേജ് എത്ര എന്നുള്ളത് കൊടുത്തേക്കുന്നത്. ഏത് ഡേറ്റിലാണ് ഈ ഹൈ അടിച്ചതെന്നുള്ളതാണ് ഈ കൊടുത്തേക്കുന്നത്. നല്ല പ്രോഫിറ്റ് കിട്ടിയ ഒത്തിരി ഷെയറുകളുണ്ട്. ഇതുണ്ടല്ലേ, ഒരെണ്ണം 41, 33, 19, 13, 19 എടുത്ത് വീണ്ടും 19, 13. 5% താഴെ 2 ഷെയർ മാത്രമേ ഉള്ളൂ, ഏഷ്യൻ പെയിൻറ്റും മുത്തൂറ്റ് ക്യാപിറ്റലും. പക്ഷേ ഈ 2 ഷെയർ ഞാനിപ്പോൾ കൊടുത്തതാണ്. അത് മൂവ്മെൻറ്റ് കിട്ടാൻ ഇനി ചിലപ്പം 1-2 ആഴ്ചയ്ക്കുള്ളിൽ നല്ല മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇത്രയും ഷെയറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു 3-4 ഷെയറുകൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഷെയറിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ് ട്രേഡ് എടുക്കുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറോട് ചോദിക്കുക. അപ്പോൾ അവരുടെ നിർദ്ദേശം അനുസരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക. അതല്ല നിങ്ങൾ സ്വന്തം ഡിസിഷൻ എടുത്താൽ ചെയ്യുന്നെങ്കിൽ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും അത് നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ആരുടെ നിന്നും പൈസ വാങ്ങുകയോ പിന്നെ ടിപ്പ് വന്നൊന്നും പൈസ വാങ്ങുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ റിസ്കിൽ എടുക്കുക. നമുക്കതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ല. അപ്പോൾ നമുക്ക് ഷെയർ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഷെയർ VST ടില്ലേഴ്സ് എന്ന് പറയും. എല്ലാം നല്ല ക്വാളിറ്റി കമ്പനികളായിരിക്കും ഓൾമോസ്റ്റ് എല്ലാം തരുന്നത്. ഇനി നമ്മൾ കേട്ടിട്ടുള്ള കമ്പനികൾ തന്നെ ആയിരിക്കും കൂടുതലും തരുന്നത്. ഇതുകൊണ്ടല്ലേ VST ടില്ലേഴ്സ് എന്ന് പറയുന്ന ഷെയർ ഇപ്പോൾ റീസെൻ്റായിട്ട് നല്ല ഡൗൺ ട്രെൻഡ് വന്നിരിക്കുന്ന ഷെയറാണ്. അപ്പോൾ നോക്കി, അത് റീസെൻ്റ് ഡിസംബർ 4 4100 ചില്ലാനുണ്ടായിരുന്ന ഷെയർ വന്നിട്ട് 1000 പോയിൻ്റ് താഴെ പോയിട്ടുണ്ട്, 1000 കൂടുതൽ പോയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഈ വരച്ചേക്കുന്ന റേഞ്ചിൽ ഇതിന് സപ്പോർട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ക്ലോസിങ് കണ്ടില്ലേ 3054. ഈ റേഞ്ചിലും ഈ ഷെയർ ബൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഇച്ചിരി വെച്ചോണ്ടിരിക്കണമെന്നേ ഉള്ളൂ. ഈ 3054 തൊട്ട് ഈ 2950 റേഞ്ച് വരെ നമുക്ക് ബൈ ചെയ്യാം ആ ഷെയർ. ഈ റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10% ഡൗണിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഷെയർ ആവറേജ് ചെയ്യാവൂ. ഈ 3054 വേണമെങ്കിലും വാങ്ങിക്കാം, 3050-നോ 3040-നോ ഏത് റേഞ്ച് വേണമെങ്കിലും വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓൾറെഡി നല്ല ഡൗൺ ട്രെൻഡിൽ പോയ ഷെയറാണ്. ഈ റേഞ്ചിൽ നിന്നൊരു ബൗൺസ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിരിച്ച് പ്രോഫിറ്റ് കയറും ഈ ഷെയർ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഷെയർ VST തില്ലേഴ്സ്. പ്രത്യേകം ഞാൻ പറയുന്ന പോലെ ഞാൻ എപ്പോഴും പറയുമ്പം ആ സമയത്തെ മാർക്കറ്റ് പ്രൈസ്, ഇപ്പോൾ ഇത് 3054 മാർക്കറ്റ് പ്രൈസ്. ഈ റേഞ്ച് ഇത് ബൈ ചെയ്യുക. അഥവാ ഈ മാർക്കറ്റ് പ്രൈസ് ബൈ ചെയ്യേണ്ടതല്ലെങ്കിൽ ഞാൻ പ്രത്യേകം തീർച്ചയായിട്ടും ആ ഷെയർ, ഒരു ഷെയറിനെ പറ്റി പറയുമ്പോൾ ആ ഷെയറിൻ്റെ ബൈ റേഞ്ച് ഞാൻ കൃത്യമായിട്ട് പറയും. അപ്പം ആ ബൈ റേഞ്ച് പറയുന്നതും വരെ വെയിറ്റ് ചെയ്യുക അങ്ങനത്തെ ഷെയറിനകത്ത്. ഓക്കെ. VST ടില്ലേഴ്സിനകത്ത് കുഴപ്പമില്ല, ഈ റേഞ്ചിൽ വാങ്ങാം. താഴെ വരുമ്പോഴും ഞാൻ പറഞ്ഞു 2950 റേഞ്ച് വന്നാലും നമുക്ക് ബൈ ആഡ് ചെയ്തിടാം. ഇനിയും അടുത്ത ഷെയർ മാന്യവാർ എന്ന് പറയുന്നൊരു ഷെയർ, വേദാന്ത് ഫാഷൻസ്, MANYA മാന്യവാർ. ഇത് ഞാൻ ഈ ചാർട്ടിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കുന്ന ഇതാണ്. അത് ഇതിൻ്റെ ഈ ചാർട്ട് കാണുമ്പോൾ നമുക്കറിയാമല്ലോ, ഇത് ഫസ്റ്റ് ഇത് കാണുമ്പോൾ സപ്പോർട്ട് എടുത്ത് കയറിയ റേഞ്ചാണ് ഫസ്റ്റ്. അതിനുശേഷം അടുത്ത സപ്പോർട്ട് റേഞ്ചാണ് രണ്ടാമത്, അതിനുശേഷം മൂന്നാമത്തെ സപ്പോർട്ട്. അപ്പം ഈ ആദ്യത്തെ സപ്പോർട്ടും പോയി, രണ്ടാമത്തെ സപ്പോർട്ടും പോയി, മൂന്നാമത്തെ സപ്പോർട്ടും പോയി. ഇതിപ്പം 4 വേണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് വരയ്ക്കാമെന്നുള്ള രീതിയിലായി. പക്ഷേങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് ഇത് കയറിപ്പോകാനാണ് ചാൻസ് കൂടുതൽ. ഇത് കണ്ടില്ലേ, നമുക്ക് ഈ റേഞ്ചിലൂടെ ഒരെണ്ണം ഇതിട്ട് കഴിഞ്ഞാൽ ഒരു കണ്ടില്ലേ, ഇവിടെ സപ്പോർട്ട് എടുത്ത് കയറാൻ ചാൻസ് കൂടുതലാണ്. ഇവിടുന്ന് ഇത് നല്ല രീതിയിൽ കയറും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് ഇതും മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാൻ 961 965 റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യാം. ഇച്ചിരി 5 രൂപ മുകളിൽ പോയി, 6 രൂപ 10 രൂപ മുകളിൽ പോയി ബൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ 961 കിട്ടുകയാണെങ്കിൽ ഓക്കെ. അവിടുന്ന് കുറച്ച് എത്ര താഴെ വന്നാലും ബൈ ചെയ്യാം. നോർമൽ പറയുന്ന പോലെ നമ്മൾ എവിടെ ബൈ ചെയ്യുന്നോ ആ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ആ ഷെയർ അഥവാ താഴെ പോവുകയാണെങ്കിൽ ഒരു 20% അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10% എങ്കിലും താഴെ പോയെങ്കിൽ മാത്രമേ ആ ഷെയർ ആവറേജ് ചെയ്യാവൂ. അപ്പോൾ ഈ വേദാന്ത ഫാഷൻസ് എന്ന് പറയുന്ന ഈ ഷെയറും കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാം. 961-62 റേഞ്ചിൽ ബൈ ചെയ്യാൻ കുഴപ്പമില്ല. ചിലപ്പോൾ ഇത് 1-2 ദിവസത്തേക്കുള്ളിൽ 100 രൂപ 150 രൂപ മുകളിൽ കയറിപ്പോവും ഈ ഷെയർ VST ടില്ലേഴ്സൊക്കെ. അതിന് ശേഷമുള്ളൊരു വേറൊരു ഷെയർ മെട്രോ ബ്രാഞ്ച് ഫുട്വെയർ കമ്പനിയാണ്. ഇതും റീസെൻ്റ് ഈ തരുന്ന ഷെയറെല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. റീസെൻ്റ്ലി നല്ല ഫോൾ വന്ന ഷെയറുകളാണ്. അതിൽ ഏതെങ്കിലും ഒരു റേഞ്ച് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈ ഷെയർ നോക്കിയാലും എൻ്റെ നേരത്തെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഉള്ള സ്ഥലമായിരുന്നു ഇത്. അവിടെ നിന്നാണ് കയറിപ്പോൾ അതിനുശേഷം തിരിച്ചിറങ്ങി വന്ന് ആ റെസിസ്റ്റൻസ് പൊട്ടി താഴെ നിൽക്കുക. അപ്പോൾ അടുത്ത ലെവല് ഇവിടെ ഒരു സപ്പോർട്ട് ലെവലുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ലെവലുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ലെവലിൽ നേരത്തെ ഒന്ന് വന്നു. ഞാൻ ഈ റേഞ്ചിൽ ബൈ തരാനിരുന്നതാണ്, ഗ്രൂപ്പിൽ ബൈ കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേങ്കിൽ പിറ്റേ ദിവസം അത് ചാൻസ് തന്നില്ല. ഓപ്പണിങ്ങിൽ കണ്ടമാനം കയറിപ്പോയി. ഒറ്റ ദിവസം 200 രൂപ കയറിപ്പോയി. ഇത് ഈ 1080 റേഞ്ച് എന്നത് പോയത് 2279 റേഞ്ച് വരെ അത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നേരം ഞാനടുത്ത് തിരിച്ച് വരുവാണെങ്കിൽ പറഞ്ഞു കൊടുക്കാമെന്നുള്ള രീതി വന്നത്. പക്ഷേ ഒരു 5-6 ദിവസം ആയപ്പോഴത്തേക്ക് വീണ്ടും തിരിച്ച് റേഞ്ച് വന്നു. അപ്പം ഈ റേഞ്ചിൽ ഈ ഷെയർ ബൈ ചെയ്യാം.
കുഴപ്പമില്ല. ചിലപ്പം ഞാൻ ഈ പറയുന്ന ഷെയറുകളൊക്കെ കുറച്ചൊക്കെ ഇറങ്ങിത്തരും, ചില ഷെയർ ഇറങ്ങിത്തരും, എന്നാലും തിരിച്ച് പെട്ടെന്ന് തന്നെ കയറി വരാനാണ് ചാൻസ് കൂടുതൽ. മാർക്കറ്റ് സപ്പോർട്ടില്ലെങ്കിൽ എന്തായാലും ഈ എത്ര നല്ല ഷെയറാണെന്ന് പറഞ്ഞാലും കുറച്ചിറങ്ങി വരും. പക്ഷെങ്കിൽ എന്തായാലും നമുക്ക് പ്രോഫിറ്റ് തരും. ചിലപ്പോൾ ഇച്ചിരി താമസിക്കുമെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇതിന് ശേഷം നമുക്ക് രാജരത്നം എന്ന് പറയുന്ന ഷെയർ, രാജരത്തൻ വയർ ഗ്ലോബൽ വയർ എന്ന് പറഞ്ഞൊരു ഷെയറുണ്ട്. ഈ ഷെയറും റീസെൻ്റ് ഹൈ 800 ഇതാണ് ഇവിടെ പല ഇതിട്ടില്ലേ, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നു, ഈ റേഞ്ച് വന്നു, ഇറങ്ങി, വീണ്ടും തിരിച്ച് ആ റേഞ്ചിൽ പോയി, പിന്നെ അത്ര ഇറങ്ങിയില്ല, പിന്നെ ഒന്ന് ബ്രേക്ക് ഔട്ട് ഇത് മുകളിൽ പോയി, അതിനുശേഷം വീണ്ടും താഴെ ഇറങ്ങി, വീണ്ടും അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് ആ റേഞ്ചിൽ കളിച്ചു, പിന്നെ വീണ്ടും ഇറങ്ങി താഴെ ഒന്ന് സപ്പോർട്ട് എടുക്കാൻ തുടങ്ങി, വീണ്ടും ആ ലൈനിൽ പോയി സപ്പോർട്ട്, വീണ്ടും ജസ്റ്റ് ഒരു ദിവസം ഒന്ന് 2 ദിവസം ബ്രേക്ക് ഔട്ട്, വീണ്ടും തിരിച്ച് താഴെ സെയിം ലെവല്, വീണ്ടും നോക്കിയേ 1 2 3, വീണ്ടും അവിടെ തന്നെ സപ്പോർട്ട്. ഹെവി മൂവ്മെൻ്റ് ആണ് ഷെയർ, അത് വോളിയം കുറവാണ്. മാർക്കറ്റ് ടൈമിൽ നമുക്ക് 10 ഷെയർ 15 ഷെയർ 20 ഷെയർ എന്നൊക്കെ ആയിരിക്കും ബെസ്റ്റ് ബയർ സെല്ലറി കാണിക്കുന്നത്. അതിനുശേഷം ഈ റേഞ്ച് ബ്രേക്ക് ഔട്ടായി, 714. അതിനുശേഷം പിന്നെ ഒരു സപ്പോർട്ട് ഞാൻ കാണുന്ന ഈ റേഞ്ച് 570. ഇപ്പം വന്നിട്ട് ഇത് 637 എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ ഷെയർ 605 തൊട്ട് 580 വരെ ബൈ ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പം ഈ ഷെയർ എടുക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഷെയർ ഞാൻ ഇപ്പോഴത്തെ റേഞ്ച് വേണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയും. ഈ രാജരത്തൻ ഗ്ലോബലിൽ നിന്ന് ഈ ഷെയർ ഇപ്പോൾ 637 ഈ റേഞ്ചിൽ ബൈ ചെയ്യരുത്. ചിലപ്പോൾ ഇവിടുന്ന് കയറിപ്പോകും, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് റിസ്ക് ഇല്ലാത്ത ഒരു റേഞ്ചിലോട്ട് വരുമ്പോൾ മാത്രം ബൈ ചെയ്താൽ മതി. ഈ ഷെയർ ഒരു 605 580 റേഞ്ചിൽ ഏത് റേഞ്ച് വേണമെങ്കിലും വാങ്ങാം. പക്ഷേ തുടങ്ങുന്നത് 605 അല്ലായിരിക്കണം, 605 അതിന് താഴെ ആയിരിക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ രാജരത്തൻ ഗ്ലോബൽ ആ റേഞ്ചിൽ, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റ ആഴ്ച കൊണ്ട് വരണം ആ റേഞ്ച്. ഇപ്പം അടുത്ത വീക്കിൽ വന്നിരിക്കണം ആ ഷെയർ, അതല്ലെങ്കിൽ വിട്ടേക്കണം. പിന്നെ ഷെയർ വാലിഡ് അല്ല, വിട്ടേക്കണം. ഇതുണ്ടല്ലേ ഈ റേഞ്ച്, ഈ 601 2 3 4 5, അപ്പോൾ 610 റേഞ്ചാണ്. ചിലപ്പോൾ 610 605 580 റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ആ റേഞ്ച് വരുവാണെങ്കിൽ എടുക്കുക. 610 വന്നാലും ചാൻസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഞാൻ പറയുന്ന റേഞ്ചിൽ തന്നെ നിൽക്കുക. 610 580 റേഞ്ച്, 30 രൂപ ഗ്യാപ്പിനുള്ളിൽ അത് ആവറേജ് ചെയ്ത് ബൈ ചെയ്യുക ഷെയർ. അടുത്ത ഷെയർ AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്. ഈ ഷെയർ ഇപ്പോൾ റീസെൻ്റ് ഹൈ ഇപ്പം റിസൾട്ടൊക്കെ വന്നപ്പോൾ താഴെ പോയതാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു ലോ 610 റേഞ്ചിലൊരു ലോ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂസ് 2-3 ദിവസമായിട്ട് മുകളിലാണ്. തിരിച്ച് ചിലപ്പം ഈ ലെവലിൽ റീടെസ്റ്റ് ചെയ്യുകയോ, ചിലപ്പോൾ ഒരു പ്രാവശ്യം അതിനും താഴെ ട്രേഡായിട്ട് തിരിച്ച് കയറി വരികയോ ചെയ്യും. അപ്പോൾ ഈ ഇത് 613 റേഞ്ചാണ്. അപ്പോൾ ഒരു 600 റേഞ്ച് വേണേൽ പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരു 610 590 റേഞ്ചിൽ ഈ ഷെയർ നോക്കാം. 610 590 റേഞ്ചിൽ വന്നിട്ട് ഒരു ബൗൺസിന് നല്ല ചാൻസ് ഉണ്ട്. വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് കയറി വരും ആ ഷെയർ. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കയറി വരും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ 4 ഷെയറുകളാണ് ഞാൻ തന്നിട്ടുള്ളത്. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്, പിന്നെ രാജരത്തൻ ഗ്ലോബൽ വയർ, പിന്നീട് VST ഡിലേഴ്സ്, പിന്നീട് മാന്യവാർ എന്ന് പറഞ്ഞൊരു ഷെയർ, പിന്നെ മെട്രോ ബ്രാൻഡ്. 5 ഷെയർ. അതിൽ മെട്രോ ബ്രാൻഡ്, മാന്യവാർ എന്ന് പറഞ്ഞ ഷെയർ, VST ഡിലേഴ്സ്, ഇത് 3 ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ആണെന്നിരിക്കുന്ന റേഞ്ചിൽ ബൈ ചെയ്യാം. AU ബാങ്കും
രാജരത്ന ഗ്ലോബൽ വയറും ഞാൻ പറഞ്ഞ റേഞ്ച് വരുവാണെങ്കിൽ മാത്രം ബൈ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കുക, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ റേഞ്ച് ഒരാഴ്ചക്കുള്ളിൽ വരണം, അല്ലെങ്കിൽ വിട്ടേക്കുക. അപ്പം ഇത്രയും ഷെയറുകളാണ് എനിക്ക് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടിന്യൂസ് വാച്ച് ചെയ്തതെന്ന് മനസ്സിലായിട്ടുള്ളത്. ഇനിയും വരും ദിവസങ്ങളിൽ കുറച്ച് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ള ഷെയർ. അപ്പോൾ നിങ്ങളത് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ അഡ്വൈസറോടൊക്കെ ചോദിച്ച് അവരുടെ ഒരു ഇതെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഈ ഷെയറുകളെല്ലാം തരട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.